Hi and welcome to the new video. In this video, I'll be discussing about the fundamentals of thyristor controlled reactor and thyristor switch reactor. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് തൈറിസ്റ്റർ കൺട്രോൾഡ് റിയാക്ടർ, തൈറിസ്റ്റർ സ്വിച്ച് റിയാക്ടർ, അതേപോലെ തന്നെ തൈറിസ്റ്റർ സ്വിച്ച് കപ്പാസിറ്റർ. ഇതൊക്കെയാണ് ഒരു സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്ററിൻ്റെ ബേസിക്സ് ആയിട്ട് വരുന്ന ബിൽഡിംഗ് ബ്ലോക്സ്. അപ്പോൾ അതിൽ ഏറ്റവും ബേസിക് ബിൽഡിംഗ് ബ്ലോക്കാണ് തൈറിസ്റ്റർ കൺട്രോൾഡ് റിയാക്ടർ അല്ലെങ്കിൽ സ്വിച്ച് റിയാക്ടർ. അപ്പോൾ സെയിം സംഭവം തന്നെയാണ് നമുക്ക് സ്വിച്ചിലും കൺട്രോൾഡ് ആയിട്ട് വരുന്നത്. മുന്നേ പറഞ്ഞ പോലെ തന്നെ കൺട്രോൾഡ് ആണെങ്കിൽ ഫയറിംഗ് ആംഗിൾ കൺട്രോൾ ഉണ്ടാവും, സ്വിച്ച്ഡ് ആണെങ്കിൽ ഒന്നെങ്കിൽ പ്യൂർലി ഓൺ അല്ലെങ്കിൽ പ്യൂർലി ഓഫ്. അപ്പം അതിൻ്റെ കോൺഫിഗറേഷനും ബേസിക് ഇക്വേഷൻസും ബേസിക് വർക്കിങ്ങും ആണ് ഇവിടെ പറയുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസും നമുക്ക് ഇവിടെ ആവശ്യമില്ലാത്തതുകൊണ്ട് അത്രയ്ക്ക് പോകുന്നില്ല. സോ വാട്ട് ഈസ് എ തൈറിസ്റ്റർ കൺട്രോൾഡ് റിയാക്ടർ? ഇപ്പോൾ ഇവിടെ കൺട്രോൾഡ് എന്നുള്ളതായി പറയുന്നുള്ളൂ. അവസാനം നമുക്ക് ജസ്റ്റ് ഒരു റിമാർക്ക് പോലെ തൈറിസ്റ്റർ സ്വിച്ച് എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സെയിം സർക്യൂട്ട് തന്നെയാണ്, അതിൽ ആ കൺട്രോൾ അങ്ങോട്ട് ഒഴിവാക്കി സ്വിച്ചിങ് ആക്കും, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ബേസിക്കലി ദിസ് ഈസ് എ സർക്യൂട്ട്. ഈ കാണുന്നതാണ് നമ്മുടെ സർക്യൂട്ട് ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ ആൻറ്റി പാരലൽ കണക്റ്റഡ് പെയർ ഓഫ് തൈറിസ്റ്റർ വാൾവ്സ് ഇൻ സീരീസ് വിത്ത് എ ലീനിയർ എയർ കോർ റിയാക്ടർ. ഇതാണ് ബേസിക് ടി സി ആർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് എസ് ആറും തൈറിസ്റ്റർ സ്വിച്ചറും സെയിം സർക്യൂട്ട് തന്നെ, ജസ്റ്റ് ആ കൺട്രോൾ അവിടെ നിന്ന് എടുത്ത് കളയും ഇതിൻ്റെ എസ് സി ആറിൻ്റെ, അത്ര മാത്രമേ ഉള്ളൂ. ഈ കേസിൽ കൺട്രോൾഡ് കേസിൽ നമുക്ക് ഫയറിംഗ് ആംഗിൾ വാരി ചെയ്യിക്കാം, മറ്റേലാണെങ്കിൽ ഫയറിംഗ് ആംഗിൾ 0 അല്ലെങ്കിൽ ഓഫ് എന്നുള്ള രീതിയിലാണ് വർക്ക് ചെയ്യിപ്പിക്കുക. അതായത് നോർമലി ഒരു കൺട്രോൾ ഇല്ലാത്തൊരു സ്വിച്ച് പോലെ ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ, അത്രേ ഉള്ളൂ. ഓക്കെ, and it uses firing angle control for the reactive power flow control. So in the case of TCR we are using the firing angle control, alpha control കൂടെ ചെയ്തിട്ടാണ് റിയാക്റ്റീവ് പവർ ഫ്ലോ കൺട്രോൾ വരുത്തുന്നത്. ഓക്കെ, ഇതിൽ ഇപ്പോൾ പറഞ്ഞ പോലെ എയർ കോഡ് ആയിട്ടുള്ള റിയാക്ടേഴ്സ് ആണ് ഉണ്ടാവുക ആൻഡ് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ സ്വിച്ചസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ തൈറിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബ്ലോക്ക് അപ് ടു സേ 4000 to 9000 വോൾട്ട്സ് ആൻഡ് ക്യാൻ ഈവൻ ക്യാരി കറൻസ് ഫ്രം 3000 to 6000 ആംപ്സ്. അപ്പോൾ ഒരു 9000 റേഞ്ച് വരെയൊക്കെ വോൾട്ടേജ് അതിന് പറ്റുക, കറണ്ട് നല്ല റേറ്റിംഗ് 3000 to 6000 ആംപ്സ് ഒക്കെ പറ്റും. പക്ഷേ ഇൻ പ്രാക്ടിക്കൽ കേസിൽ വരുമ്പോൾ നമ്മൾ കുറേ തൈറിസ്റ്റേഴ്സ് ഇതേപോലെ കുറേ തൈറിസ്റ്റേഴ്സ് ഓരോ ബ്രാഞ്ചിലും നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, സോ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും, സേ ഒരു 10 to 20 എന്നൊക്കെ കണക്റ്റഡ് ഇൻ സീരീസ് ടു മീറ്റ് ദ റിക്വയർഡ് ബ്ലോക്കിംഗ് വോൾട്ടേജ്. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു 9000 വരെയൊക്കെയാണ് ബ്ലോക്കിംഗ് വോൾട്ടേജ് കിട്ടുക. പക്ഷെ നമുക്ക് അതിൽ കൂടുതൽ വേണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? സീരീസ് ആയിട്ട് തൈറിസ്റ്റേഴ്സിനെ കണക്ട് ചെയ്യും. സോ ഈ ബ്രാഞ്ചിൽ സീരീസ് ആയിട്ട് തൈറിസ്റ്റേഴ്സ് കണക്ട് ചെയ്യും, സേ 10 to 20 റേഞ്ചിലൊക്കെ, ആൻഡ് ദ ലെവൽ ഓഫ് പവർ റേറ്റിങ്ങിനനുസരിച്ച് അല്ലേ. ആൻഡ് a thyristor valve can be brought into conduction by simultaneous application of gate pulses to all the thyristors of same polarity. അപ്പോൾ ഈ പറഞ്ഞ പോലെ താഴേക്ക് ഫേസ് ചെയ്യുന്നതും മേലേക്ക് ഫേസ് ചെയ്യുന്നത്, അതായത് ഒരെണ്ണം പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കണ്ടക്ട് ചെയ്യുന്നു, മറ്റേ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കണ്ടക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇതിന് സീരീസ് ആയിട്ടാണ് എല്ലാം ഉണ്ടായിരിക്കുക, അതേപോലെ ഇതിന് സീരീസ് ആയിട്ട്. ഇപ്പോൾ ഏതെങ്കിലും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഒരു സീരീസിലുള്ള എല്ലാറ്റിനും സൈമൾട്ടേനിയസ് ആയിട്ട് നമ്മൾ ഫയറിംഗ് പൾസ് കൊടുക്കും. അതേപോലെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ അടുത്തതിന് ഒരുമിച്ച് ഫയറിംഗ് പൾസ് കൊടുത്തിട്ടാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്, ഹയർ പവർ റേറ്റിങ്ങിനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വാൾ വിൽ ഓട്ടോമാറ്റിക്കലി ബ്ലോക്ക് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ എ സി കറന്റ് ക്രോസസ് ടു 0. അതായത് നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ ആണ്. എ സി കറന്റ് 0 ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബ്ലോക്ക് ആവും, അൺലെസ് ഗേറ്റ് സിഗ്നൽ ഈസ് അപ്ലൈ, വീണ്ടും ഗേറ്റ് സിഗ്നൽ കൊടുത്തില്ലെങ്കിൽ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ബേസിക് ആയിട്ടുള്ള കാര്യം. ഈ കൺട്രോൾ ഉള്ളത് കൺട്രോൾ റിയാക്ടറും, കൺട്രോൾ ഇല്ല ജസ്റ്റ് ആൽഫ ഈക്വൽ ടു 0 ആൻഡ് ഓഫ് ആണെങ്കിൽ സ്വിച്ച്ഡ് റിയാക്ടറും ആയി. സോ ദിസ് തൈറിസ്റ്റർ കണ്ടക്ട്സ് ഇൻ ആൾട്ടർനേറ്റ് സൈക്കിൾസ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിളും മറ്റേത് നെഗറ്റീവ് ഹാഫ് സൈക്കിളായിരിക്കും. ഇതിൻ്റെ വർക്കിംഗ് നമ്മൾ ഓൾറെഡി പവർ ഇലക്ട്രോണിക്സിൽ പഠിക്കുന്നതാണ്. വോൾട്ടേജ് കൺട്രോളർ, ഇപ്പോൾ ഇത് സിംഗിൾ ഫേസിൻ്റെ ആണ് കാണിച്ചിട്ടുള്ളത്, ഒരൊറ്റ ഫേസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. സിംഗിൾ ഫേസ് വോൾട്ടേജ് കൺട്രോളറിന് ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു റെപ്രസെൻറ്റേഷനാണ് നമ്മൾ ആൻറ്റി പാരലൽ തൈറിസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നത്. And the firing angle of the thyristors are measured from the peak of applied voltage. Applied voltage in the peak നിന്നാണ് നമ്മൾ ഫയറിംഗ് ആംഗിൾ മെഷർ ചെയ്യുന്നത്. നമുക്കറിയാം വോൾട്ടേജും കറണ്ടും 90 ഡിഗ്രിയിലാണ്, കറണ്ട് 90 ഡിഗ്രി ലാഗിങ്ങിലാണ് എന്തുണ്ടാവുക, റിയാക്ടറിൽ ഉണ്ടായിരിക്കുക, ഇൻഡക്ടറിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്ലൈഡ് വോൾട്ടേജിൻ്റെ പീക്കിൽ നിന്നാണ് നമ്മൾ എന്ത് മെഷർ ചെയ്യുന്നത്, ഫയറിംഗ് ആംഗിൾ ആൽഫ മെഷർ ചെയ്യുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതടുത്ത് വേവ് ഫോംസ് പറയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. When thyristor controlled reactor is usually a three-phase assembly, normally connected in delta arrangement to provide practical cancellation of harmonics. So practical കേസിൽ വരുമ്പോൾ 3 phase ആണ് ഉണ്ടാവുക നമുക്കറിയാം. അപ്പോൾ ഒരു സ്റ്റാർ ഡെൽറ്റ എന്നുള്ള രീതിയിൽ, അതായത് അപ്പുറത്തെ സൈഡിൽ ഡെൽറ്റയിലാണ് ഉണ്ടാവുക. ഡെൽറ്റയിൽ കണക്ട് ചെയ്ത് നമുക്ക് ഹാർമോണിക്സ് ഒഴിവാക്കാൻ പറ്റും. എന്തായാലും ഇവിടെ സ്വിച്ചിങ് ആണ് നടക്കുന്നത്. സ്വിച്ചിങ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം
സൈൻസോഡൽ വേവ് ഷേപ്പിൽ നിന്നും മാറും. അപ്പോൾ മാറുമ്പോൾ അതിലെന്ത് വരും, ഹാർമോണിക്സ് വരും. ഇപ്പോൾ പ്രൈമറിയും അതിൻ്റെ എന്താ ഹാർമോണിക് കോമ്പണൻസ് ഉണ്ട്. അപ്പോൾ അത് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെൽറ്റ അറേഞ്ച്മെന്റിലാണ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഇത് നമ്മളുടെ ഒരു ഫേസ്, വേറൊരു ഫേസ്, വേറൊരു ഫേസ്, അതെല്ലാം കൂടിയിട്ട് എന്താ ഒരു ഡെൽറ്റ അറേഞ്ച്മെന്റ് ആണ് ഇവിടെ വരുന്നത്. അതിൽ തന്നെ ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം. ഓഫൻ ദ മെയിൻ TCR reactor is split into two halves. ഓരോന്നിലും ഹാഫ് LTCR, ഹാഫ് LTCR രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. എന്തിൻ്റെ, നമ്മുടെ ആന്റി പാരലൽ തൈറിസ്റ്റേഴ്സിന്റെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട്, ബിറ്റ്വീൻ ദ two halves. And this protects the vulnerable thyristor wall from damage due to flash over, lightning strikes, etc. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫ്ലാഷ് ഓവറിൽ നിന്നും ലൈറ്റ്നിങ് സ്ട്രൈക്കിൽ നിന്നും ഒക്കെ നമ്മുടെ തൈറിസ്റ്റർ വാൾസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അറേഞ്ച്മെന്റ് ചെയ്യുന്നത്. നമ്മൾ റെപ്രസെന്റേഷനും ഡിസ്കഷനും ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ സിമ്പിൾ ഡയഗ്രാം എടുക്കുമെങ്കിലും ആക്ച്വൽ കേസിൽ ഇങ്ങനെയാണ് വരുന്നത്. സോ 3 ഫേസിൽ ഡെൽറ്റ കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഇനി ഡിസ്കഷൻ പറയുന്നത് അതിന്റെ വർക്കിംഗ് അല്ല വേവ് ഫോംസ് ഒക്കെയാണ് പറയുന്നത്. സിംഗിൾ ഫേസ് മാത്രം എടുത്തിട്ടാണ് അത് തൽക്കാലം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ കാണിച്ചിട്ടുള്ള ഇത് നോക്കുക, ഒരു ഒറ്റ ഫേസിന്റെ ആണ് എടുത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ തന്നെ ഇത് നമ്മുടെ തൈറിസ്റ്റർ സ്വിച്ചസ് ആണ് ആന്റി പാരലൽ ആയിട്ട്. ഇതിൽ കൂടുതൽ കറണ്ട് ആണ് IL ഓഫ് ആൽഫ എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്കറിയാം എന്താ, ദ കറണ്ട് ഇൻ ദ റിയാക്ടർ ക്യാൻ ബി കൺട്രോൾ ഫ്രം മാക്സിമം ടു 0. അതായത് തൈറിസ്റ്റർ വാൾ ക്ലോസ്ഡ്, അതാണ് മാക്സിമം, ടു 0 തൈറിസ്റ്റർ വാൾ ഫുള്ളി ഓപ്പൺ ബൈ ദ മെത്തേഡ് ഓഫ് ഫയറിംഗ് ആംഗിൾ കൺട്രോൾ ഓർ ഡിലേ ആംഗിൾ കൺട്രോൾ. അതായത് ആൽഫ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് കറണ്ട് മാക്സിമം ടു മിനിമം ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ ക്ലോഷർ ഓഫ് ദ തൈറിസ്റ്റർ വാൾവ് ഈസ് ഡിലേഡ് വിത്ത് റെസ്പെക്ട് ടു ദ പീക്ക് ഓഫ് ദ അപ്ലൈഡ് വോൾട്ടേജ് ഇൻ ഈച്ച് ഹാഫ് സൈക്കിൾ. ഇപ്പോൾ ഇതിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിന് നെഗറ്റീവ് ഹാഫ് സൈക്കിളിന് സെപ്പറേറ്റ് എടുത്ത് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അപ്ലൈഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതതിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ഇതതിന്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫയറിംഗ് ആംഗിൾ എവിടുന്നാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, ഇതിന്റെ പീക്കിൽ നിന്നാണ്. അപ്പോൾ പീക്കിൽ നിന്ന് മെഷർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഒന്നെങ്കിൽ അവിടുന്ന് തന്നെ തുടങ്ങാം ഇൻസ്റ്റന്റ് ആയിട്ട്, അതാണ് ആൽഫ ഈക്വൽ ടു 0, അതായത് മാക്സിമം കറണ്ട് കിട്ടുന്ന ഗേറ്റ്. അല്ലെങ്കിൽ നമുക്കത് ഡിലേ ചെയ്യാം. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഒരു ആൽഫ ആംഗിൾ ഡിലേ ചെയ്തിട്ടുള്ളതാണ് ഈ കാണുന്നത്. അപ്പോൾ അതേപോലെ നമുക്ക് പോസിറ്റീവും നെഗറ്റീവിലും ചെയ്യാം. ഈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിലേ ആംഗിൾ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് ഡ്യൂറേഷൻ ഓഫ് ദ കറന്റ് കണ്ടക്ഷൻ ഇന്റർവൽസ് ക്യാൻ ബി കൺട്രോൾ. ആൻഡ് ദിസ് മെത്തേഡ് ഓഫ് കറന്റ് കൺട്രോൾ ഈസ് ഈസിയർ. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതിന്റെ ബേസിലാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടക്ഷൻ ആംഗിൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള, അപ്പോൾ ഇതിൽ നോക്കുക. അപ്പോൾ ഈ ഒരു കേസിലാണെങ്കിൽ ഇതാണ് ഇപ്പോൾ എന്താ പറയുക, ആൽഫ ഈക്വൽ ടു 0. ആൽഫ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആ വോൾട്ടേജ് പീക്ക് ആവുന്ന ഇൻസ്റ്റന്റിൽ തന്നെ ഫയർ ചെയ്യണം. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമലി ഫുള്ളി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കേസിന് ഈക്വലന്റ് ആണ് അല്ലേ. ഇൻഡക്ടർ പ്യൂർലി കണക്റ്റഡ് ആയിട്ട് എടുക്കുമ്പോൾ 90 ഡിഗ്രി ഫേസ് ഡിഫറൻസിൽ കറക്റ്റ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ. അപ്പോൾ അതായത് സ്വിച്ച് ഒന്നും ഇല്ല, അല്ലെങ്കിൽ പെർമനന്റ്ലി ക്ലോസ്ഡ് ആയിട്ടുള്ള സ്വിച്ച് ആണെന്നുള്ള രീതിയിലാണ് ഈ കാണുന്നത്. മാക്സിമം കറണ്ട് കിട്ടും. ഇനി അവിടുന്ന് അങ്ങോട്ട് നീക്കി ആൽഫ എന്നുള്ളൊരു ഫയറിംഗ് ആംഗിൾ കൊടുത്തു കഴിഞ്ഞാൽ വരുന്നതാണ് ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അതിന്റെ നെഗറ്റീവിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇത് അതിന്റെ എന്താ നാച്ചുറൽ കറണ്ട് 0-ൽ അത് ഓഫ് ആവും എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ കണ്ടക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത് ഈ ഒരു ഡ്യൂറേഷൻ ആണ്, ഈ ഒരു പോയിന്റ് തൊട്ടിട്ട് ഈ ഒരു പോയിന്റ് വരെ. അതായത് ഇത് മൊത്തം ഇത് ശരിക്കും വരിക പൈ ആണെന്ന് അറിയാം നമുക്കൊരു ഹാഫ് സൈക്കിൾ. ആ പൈയിൽ നിന്ന് എന്താ ഇവിടെ ഒരു ആൽഫയും ഇവിടെ ഒരു ആൽഫയുണ്ട്, അത് രണ്ടും കുറച്ച് കഴിഞ്ഞാൽ സോ പൈ മൈനസ് 2 ആൽഫയാണ് നമ്മളുടെ എന്ത് വരാൻ പോകുന്നത്, കണ്ടക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നമുക്ക് വേറെ തരത്തിൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. വെൻ ആൽഫ ഈക്വൽ ടു 0 the switch closes at the crest of the applied voltage and evidently the resulting current is in the reactor will be the same as that obtained in steady state with a permanently closed switch. So permanently closed switch പോലെയാണ് ആൽഫ 0 കൊടുത്താൽ കിട്ടുക എന്നുള്ളതാണ് പറയുന്നത്. അതാണ് നമ്മളിവിടെ വരച്ച് കാണിച്ചിട്ടുള്ളത്. ആൻഡ് when the gating pulses of the valve is delayed by an angle alpha, ആൽഫ എന്ന് പറയുന്നത് 0-ക്കും 90-ക്കും ഇടയിലായിരിക്കും കേട്ടോ, അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. വിത്ത് റെസ്പെക്ട് ടു ദ ക്രെസ്റ്റ് ഓഫ് ദ വോൾട്ടേജ് ദ കറന്റ് ഇൻ ദ റിയാക്ടർ വിൽ ബി ലൈക്ക് ദിസ്. ഇനി ആ കറണ്ട് നമുക്ക് ഇവിടെ സുഖമായിട്ട് ഇത് നമുക്ക് നോക്കാം. അതായത് π/2 കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക, π/2ലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് 0 ആവും. അതെങ്ങനെയാണെന്നുള്ളത് പറയാം. നമുക്കിപ്പോൾ അറിയാം V ഈക്വൽ ടു V cos ωt ആണ്. ഇത് കോസ് അല്ലേ, ഓക്കെ, cos ωt ആണ്. ഈ ഇത് സ്റ്റേറ്റ്മെന്റ് അവിടെ നിൽക്കട്ടെ, നമുക്കത് അടുത്തൊരു കാര്യം കൂടി പറഞ്ഞിട്ട് വരാം. ഇത് വോൾട്ടേജ് നമുക്കറിയാമെങ്കിൽ കറണ്ട് കണ്ടുപിടിക്കാമല്ലോ. നമുക്കറിയാം ഇൻഡക്ടറിനെ അക്രോസിലെ വോൾട്ടേജ് LdI/dt ആണ്. അതിൽ നിന്ന് I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി എന്ന് നമുക്ക് അറിയാം. അതായത് IL of t is equal to 1/L integral alpha to omega t V of t dt. V of t എന്നുള്ള വോൾട്ടേജ് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ ടു ഒമേഗ ടി ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ഇൻഡക്ടറിൽ കൂടുതൽ കറണ്ട് കിട്ടും. അപ്പോൾ ആ കറണ്ടിലുള്ള എക്സ്പ്രഷൻ നമുക്ക് ഇങ്ങനെ വരിക V/ωL
സൈൻ ഒമേഗ ടി മൈനസ് സൈൻ ആൽഫ എന്നുള്ള രീതിയിൽ ആണ് നമുക്ക് കിട്ടുക അല്ലേ. അപ്പോൾ ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു ഇക്വേഷൻ വാലിഡ് ഫ്രം ആൽഫ ടു പൈ മൈനസ് ആൽഫ ആണെന്നുള്ളതും നമുക്കറിയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കറണ്ടിന്റെ നാച്ചുറൽ സീറോ ക്രോസിംഗിൽ SCR എന്തായി പോകും, ഓഫ് ആയി പോകും. ഓക്കെ, പിന്നെ ഇതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് ടേമുകളാണ് വരുന്നത്, വി ബൈ ഒമേഗ എൽ സൈൻ ഒമേഗ ടിയും വി ബൈ ഒമേഗ എൽ സൈൻ ആൽഫയുമാണ്. അപ്പോൾ ഇതിലെ വി ബൈ ഒമേഗ എൽ സൈൻ ആൽഫ എന്ന് പറയുന്നത് ഒരു ആൽഫ ഡിപ്പെൻഡന്റ് ടേം ആണ്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആണ്, ബൈ വിച്ച് ദ സൈനുസോയിഡൽ കറണ്ട് ഒബ്റ്റൈൻഡ് അറ്റ് ആൽഫ ഈക്വൽ ടു 0 ഈസ് ഓഫ്സെറ്റ്. അതായത് ഈ ഒരു ഫിഗറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ആക്ച്വൽ ആൽഫ ഈക്വൽ ടു 0 കിട്ടുന്ന കറണ്ട്. അത് പെർമനന്റ്ലി ക്ലോസ്ഡ് ആയിട്ടുള്ള സ്വിച്ച് ആണെങ്കിൽ കിട്ടുന്ന കറണ്ട്. പക്ഷെ അതിൽ നിന്ന് ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വി ബൈ ഒമേഗ എൽ സൈൻ ഒമേഗ ടി ആണല്ലോ വരിക. അതാണ് നമ്മുടെ നോർമൽ സ്വിച്ച് ഇല്ലെങ്കിൽ, അതായത് ആൽഫ 0 ആവുന്ന കേസിലെ കറണ്ട് എന്ന് ആലോചിച്ച് നോക്കുക, വി ബൈ ഒമേഗ എൽ സൈൻ ഒമേഗ ടി. ഇനി നമുക്ക് ജനറൽ കിട്ടിയ എക്സ്പ്രഷനിൽ എന്ന് പറയുന്നത് ആ ഒരു കറണ്ടിൽ നിന്ന് മൈനസ് വി ബൈ ഒമേഗ എൽ സൈൻ ആൽഫ വരുന്ന ഒരു ടേം അവിടെ സബ്ട്രാക്ട് ചെയ്യാണ്. ഇതൊരു കോൺസ്റ്റന്റ് ആണ്, കാരണം ആൽഫയ്ക്ക് ഇപ്പോൾ സേവ് ഒരു 15 ഡിഗ്രി ആണെങ്കിൽ വി ബൈ ഒമേഗ എൽ സൈൻ 15 അതിനൊരു വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ അത് മൈനസ് ചെയ്യാണ് ചെയ്യുന്നത്. അതൊരു സൈൻ ടേമിൽ നിന്ന് നമ്മളൊരു സാധനം സബ്ട്രാക്ട് ചെയ്യുക, അതായത് ഓഫ്സെറ്റ്, ഒരു DC ഓഫ്സെറ്റ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വൽ നമ്മൾ കറണ്ട് വേവ് ഫോം എന്ന് പറയുന്നത് ഇതായിരുന്നു എങ്കിൽ അതിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കുക, ഏതാ, വി ബൈ ഒമേഗ എൽ സൈൻ ആൽഫ. അതായത് ഈ വേവ് ഫോമിനെ നമ്മളൊന്ന് താഴേക്ക് ഷിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓഫ്സെറ്റ് ചെയ്യുന്ന പോലെ വരും. അപ്പോൾ അതാണ് ഈ കാണുന്നത്. ഇപ്പോൾ മൈനസ് വി ബൈ ഒമേഗ എൽ സൈൻ ആൽഫ വെച്ചിട്ട് ആണ് നമുക്ക് നമ്മളുടെ കർവ് ഇങ്ങനെ കിട്ടിയത്, ആൽഫ എന്നുള്ള ഒരു വാല്യൂവിൽ കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ പോസിറ്റീവിൻ്റെ കേസിൽ ഇങ്ങനെ വരും, നെഗറ്റീവിൻ്റെ കേസിലാണെങ്കിൽ നേരെ തിരിച്ചു വരും. ഷിഫ്റ്റഡ് എന്താ, ഇത് അങ്ങോട്ട് മേലേക്ക് പോകുന്ന രീതി, അതായത് താഴ്ന്ന് വിടുന്ന്, അത് ആൽഫ ഈക്വൽ ടു 0 നിന്ന് ഇങ്ങോട്ട് വലിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിക്ക് ഇവിടെ അതിൽ കൂടെ പ്ലസ് വി ബൈ ഒമേഗ എൽ സൈൻ ആൽഫ ആഡ് ചെയ്യുന്ന പോലെ വരും. ജസ്റ്റ് സൈൻ റിവേഴ്സ് ആയിരിക്കുമല്ലോ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ വരുന്ന പോലെ. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ സിൻസ് എ വാൾ ഓട്ടോമാറ്റിക്കലി ടേൺസ് ഓഫ് അറ്റ് ദ ഇൻസ്റ്റന്റ് ഓഫ് കറണ്ട് സീറോ ക്രോസിംഗിൽ അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സ് ഓഫ് കൺട്രോൾ ഇൻ ദ കണ്ടക്ഷൻ ഇന്റർവെൽ ഓഫ് ദ തൈറിസ്റ്റർ വാൾ ഈസ് ഈസി. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് അങ്ങനെയാണ് എന്തെന്ന് എഴുതിയിട്ടുള്ളത്, നമ്മൾ ഈ സിഗ്മ ഈക്വൽ ടു പൈ മൈനസ് 2 ആൽഫ എന്ന് പറഞ്ഞു. നമുക്ക് ഒരു കാര്യം കൂടി ഒബ്സർവ് ചെയ്യാം. വെൻ ആൽഫ ഈക്വൽ ടു പൈ ബൈ 2, ആൽഫ പൈ ബൈ 2 ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്, വെൻ ആൽഫ ഈസ് ഈക്വൽ ടു പൈ ബൈ 2 ദ ഓഫ്സെറ്റ് റീച്ചസ് ഇറ്റ്സ് മാക്സിമം വാല്യൂ. അതെ, ഇത് 1 ആവും, സൈൻ പൈ ബൈ 2 1 ആയി. അപ്പോൾ ഈ സാധനം എന്തായി, വി ബൈ ഒമേഗ എൽ ഇൻറ്റു 1, വി ബൈ ഒമേഗ എൽ വരും. ഇപ്പോൾ വി ബൈ ഒമേഗ എൽ ആണ് നമ്മൾ അതിൽ നിന്ന് കുറയ്ക്കാൻ പോകുന്നത്. അതായത് പീക്ക് തന്നെ അതിൽ നിന്ന് മൊത്തമായിട്ട് ഷിഫ്റ്റ് ആയി. ഈ സാധനം മൊത്തമായിട്ട് ഷിഫ്റ്റ് ആകുന്ന പറഞ്ഞാൽ എന്തായി, 0 ആയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇറ്റ് റീച്ചസ് ദ മാക്സിമം വാല്യൂ, ഓഫ്സെറ്റ് റീച്ചസ് മാക്സിമം വാല്യൂ ആവും. ഇപ്പോൾ നമ്മളുടെ സംഭവം എന്തായി പോവും, 0 ആയി പോവും. അപ്പോൾ അത്രയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം വരുന്നത്. ഇനി നമ്മൾ ഇതിന്റെ താഴത്തേക്ക് ഒരു ഡയഗ്രാം കൂടി വരച്ചിട്ടുണ്ട്, അതും കൂടി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വോൾട്ടേജ്, അപ്ലൈഡ് വോൾട്ടേജ്, ഇതാണ് നമ്മുടെ ഇൻഡക്ടർ കറണ്ട് കാണിച്ചിട്ടുള്ളത്. അത് തന്നെ ഓരോ സൈക്കിൾ വരുമ്പോൾ നമ്മൾ ആൽഫ മാറ്റിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ വരച്ചിട്ടുള്ള ആൽഫ ഈക്വൽ ടു 0ലും പിന്നെ അങ്ങോട്ട് ആൽഫ 1 ആൽഫ 2 ആൽഫ 3 ആൽഫ 4 എന്നുള്ള രീതിയിൽ ആ ഓരോ ആൽഫയുടെ വാല്യൂം കൂടുതലാണ്, ഹയർ വാല്യൂസിനാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് നോർമൽ ആൽഫ ഈക്വൽ ടു 0 കേസിൽ നമ്മൾ കറക്റ്റ് ഇതിൽ വരും. ഇനി ഇവിടെ എത്തിയപ്പോഴേക്കും നമ്മൾ ആൽഫ ഒന്ന് മാറ്റി എന്ന് പറഞ്ഞാൽ ഒന്ന് മാറിയിട്ട് ഒന്ന് നിന്നിട്ടാണ് എന്ത് തുടങ്ങുള്ളൂ, കറണ്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ഇത് റിപ്പീറ്റ് ചെയ്ത് വരികയും ചെയ്യും. പിന്നെ വീണ്ടും ആൽഫ നമ്മൾ ഒന്നുകൂടി കൂട്ടി കഴിഞ്ഞാൽ കുറച്ചും കൂടി അത് മാറി. അതിനനുസരിച്ച് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കാണാം, കറണ്ടിന്റെ ആ ഒരു മാഗ്നിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരുന്നു. ഇത് ഇവിടുന്ന് കണ്ടിന്യൂസ് ആയിരുന്ന കറണ്ട് എന്താവും ചെയ്യുന്നുണ്ട്, ഡിസ്കണ്ടിന്യൂസ് ആവും ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം എന്താ, the magnitude of the current in the reactor can be varied continuously by this method of delay angle control from maximum എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ഈക്വൽ ടു 0 ടു ആൽഫ ഈക്വൽ ടു പൈ ബൈ 2, അതായത് മിനിമം അതിലേക്കും നമുക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിനനുസരിച്ച് നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കാം, എന്താ, കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്ന ഒരു കറണ്ട് എന്തായി മാറി, ഡിസ്കണ്ടിന്യൂസ് ആയി മാറി, അതിന്റെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ കണ്ടിന്യൂസ് എന്ന് അത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ എന്ത് വന്നു, എന്താ, നോൺ സൈനുസോയിഡലായി. അപ്പോൾ അതെന്തായി മാറി, അതിൽ ഫണ്ടമെന്റൽ കോമ്പണന്റും അതിന്റെ ഹാർമോണിക്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിന്റെ എന്തെടുത്തിട്ടേ അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ, ഫൊറിയർ സീരീസ് റെപ്രസെന്റേഷൻ വെച്ചിട്ടാണ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇതിന്റെ ഫൊറിയർ സീരീസ് റെപ്രസെന്റേഷൻ ചെയ്ത് അതിന്റെ ഫണ്ടമെന്റൽ കോമ്പൗണ്ടിൽ മാത്രമാണ് നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഫണ്ടമെന്റൽ കോമ്പൗണ്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക,
IL of alpha equal to V by omega L into 1 minus 2 by pi alpha minus 1 by pi sin 2 alpha എന്നുള്ളതാണ് നമ്മുടെ ഫണ്ടമെന്റൽ കോമ്പണന്റ് വരിക. ഇതിന്റെ ഈ ഇപ്പോഴത്തെ ഡിസ്കണ്ടിന്യൂസ് കറണ്ടിന്റെ ഫണ്ടമെന്റൽ കോമ്പണന്റ് ആണ് ആ കാണുന്നത്. ഈ ഫണ്ടമെന്റൽ കോമ്പണന്റിലാണ് നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഉള്ളത്. ഇതിൽ ഇനിയിപ്പോൾ ഈ വരച്ചു വെച്ചിട്ടുള്ളതും ഈ പറഞ്ഞ പോലെ ശരിക്കും നോൺ സിനുസോയിഡിലാണെങ്കിലും ഈ കാണുന്ന സാധനം ഈ ഒരു ചെറിയൊരു വേറൊരു കർവും കൂടി ഇതിന്റെ മുകളിൽ കൂടെ പോകുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് ആയിരുന്നു ശരിക്ക് വരേണ്ടിയിരുന്ന കറണ്ടെങ്കിൽ ഇതിങ്ങനെ അതേപോലെ തന്നെ അതേ ഷേപ്പിൽ പോവാണ് വേണ്ടത്. പക്ഷെ നമ്മളുടെ ഈ കറണ്ട് ഈ ഉള്ളിൽ കാണുന്ന ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള കറണ്ടായി മാറി. അപ്പോൾ അതിന്റെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫൊറിയർ സീരീസ് എടുത്ത് ഫണ്ടമെന്റൽ മാത്രം എടുത്ത് അത് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള രീതിയിൽ വരയ്ക്കാം. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ പോകുന്ന ഒരു കറണ്ട് എന്ന് പറയുന്നത് ഇതിന്റെ ഫണ്ടമെന്റൽ കോമ്പണന്റ് ആണ് ഈ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഫണ്ടമെന്റൽ കോമ്പണന്റ് തന്നെ നമുക്ക് കാണാം എന്താ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെ കുറഞ്ഞ് വരുന്നതായിട്ട് കാണാൻ പറ്റും അല്ലേ. സോ the adjustment of the current in the reactor can take place only once in each half cycle അല്ലേ, in the 0 to pi by 2 ഇന്റർവെൽ. ആ ഒരു ഇന്റർവെല്ലിനാണ് നമ്മൾ ഗേറ്റിംഗ് ഇന്റർവെൽ അല്ലെങ്കിൽ ഫയറിംഗ് ഇന്റർവെൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിസ് റെസ്ട്രിക്ഷൻ റിസൾട്ട് ഇൻ എ ഡിലേ ഓഫ് അറ്റൈനബിൾ കറന്റ് കൺട്രോൾ. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. പിന്നെ നമ്മളിവിടെ എഴുതിയിട്ടുള്ളത് ILF ഓഫ് ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്ടർ കറന്റ് IL F എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ആസ് എ ഫംഗ്ഷൻ ഓഫ് ആൽഫ. അത്രയാണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിലെ ഈ TCR ക്യാൻ കൺട്രോൾ ദ ഫണ്ടമെന്റൽ കറന്റ് കണ്ടിന്യൂസ്ലി ഫ്രം 0 ടു മാക്സിമം. അപ്പൊ അതുകൊണ്ട് തന്നെ ആസ് ഇഫ് ഇറ്റ് വാസ് എ വാരിയബിൾ റിയാക്റ്റീവ് അഡ്മിറ്റൻസ്. ഇപ്പൊ ഇതൊരു വാരിയബിൾ റിയാക്റ്റീവ് അഡ്മിറ്റൻസ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ഈ ILF ഓഫ് ആൽഫ കൺട്രോൾ ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാമല്ലോ കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് ഇവിടെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് വേണമെങ്കിൽ നമുക്കൊരു എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യാം. ദസ് ആൻ എഫക്റ്റീവ് റിയാക്റ്റീവ് അഡ്മിറ്റൻസ് BL ഓഫ് ആൽഫ ഫോർ ദ TCR ക്യാൻ ബി ഡിഫൈൻഡ് ആൻഡ് ദിസ് അഡ്മിറ്റൻസ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ആൽഫ ക്യാൻ ബി റിട്ടൺ ഡയറക്ട്ലി ആസ് BL ഓഫ് ആൽഫ ഈക്വൽ ടു 1 by omega L. അതായത് ജസ്റ്റ് ബൈ വോൾട്ടേജ്, ആ വോൾട്ടേജ് അവിടെ നിന്ന് ഒഴിവായി പോകും. 1 by omega L 1 minus 2 by pi alpha minus 1 by pi sin 2 ആൽഫ എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇതൊരു എന്താ വാരിയബിൾ അഡ്മിറ്റൻസ് എന്ന രീതിയിൽ നിന്നിട്ടാണ് അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവിടെ നമ്മൾ റിയാക്റ്റീവ് പവർ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇൻ എഫക്ട് അതായത് കറണ്ട് കൺട്രോൾ ചെയ്ത് എന്താ നമ്മുടെ BL കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ. സോ ദ അഡ്മിറ്റൻസ് BL ഓഫ് ആൽഫ വാരീസ് വിത്ത് ആൽഫ ഇൻ ദ സെയിം മാനർ ആസ് the fundamental current IL of alpha. കാരണം ജസ്റ്റ് ആ വീട് ഒരു ഡിഫറൻസ് മാത്രമേ നമുക്ക് അവിടെ മനസ്സിലാവും. ആൻഡ് ദ TCR acts like variable admittance device. So the TCR basically acts like a variable admittance device. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ ഇമ്പിഡൻസ് ആണെന്നുള്ളത്, ഇത് അഡ്മിറ്റൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. The alpha changes the admittance and thereby fundamental current component which in turn varies the reactive power absorbed. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ ബേസിക് ആയിട്ട് നടക്കുന്നത് ആസ് എ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ റിലേഷൻ ഒക്കെ ചെയ്തത് ഫണ്ടമെന്റൽ കോമൺ വെച്ചിട്ടാണ് നമ്മൾ ഈ അനാലിസിസ് എല്ലാം ചെയ്തത്. സോ ദ TCR ആക്ട്സ് ലൈക്ക് എ വാരിയബിൾ അഡ്മിറ്റൻസ് ഡിവൈസ് where the alpha changes the admittance value and thereby changing the fundamental current component which in turn varies the reactive power absorbed. ആ റിയാക്റ്റീവ് പവർ അവിടെ അബ്സോർബ് ചെയ്യുന്നതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ വോൾട്ടേജ് കൺട്രോളും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നത്. അതേപോലെ ഈ വരച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VI ക്യാരക്ടറിസ്റ്റിക്സ് ആണ് TCRന്റെ. ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് നമ്മൾ VT ഇത് IL ആണ് കാണിച്ചിട്ടുള്ളത്. VL മാക്സ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ലിമിറ്റ് ആണ്. VL മാക്സ് മാക്സിമം വോൾട്ടേജ് ലിമിറ്റ് ആണ്. IL മാക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം കറണ്ട് ലിമിറ്റ് ആണ്. അതുപോലെ BL മാക്സ് എന്ന് പറഞ്ഞാൽ അഡ്മിറ്റൻസിന്റെ ലിമിറ്റ് ആണ്. ഇതാണല്ലോ അഡ്മിറ്റൻസ് വരിക. BL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ടറിന്റെ നോർമൽ അഡ്മിറ്റൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. Okay, so the magnitude of the applied voltage and the corresponding current is limited by the ratings of the reactor and SCR used. അപ്പോൾ വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡും കറണ്ടും മാഗ്നിറ്റ്യൂഡും അതായത് മാക്സിമം എത്ര കൊടുക്കുക എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ആരൊക്കെയാണ്? നമ്മൾ ഉപയോഗിക്കുന്ന റിയാക്ടർ, ഇൻഡക്ടറും SCRന്റെ റേറ്റിംഗും ആണ്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ ഈ ഒരു പോയിന്റുകൾ ഫിക്സ് ആവുന്നത്. VL മാക്സും IL മാക്സും ഫിക്സ് ആവുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള BL മാക്സിന്റെ രീതിക്കാണ് നമ്മൾ ഈ വരച്ചു വെച്ചിട്ടുള്ളത്. സോ പ്രാക്ടിക്കൽ TCR ക്യാൻ ബി ഓപ്പറേറ്റഡ് എനിവെയർ ഇൻ ദ ഡിഫൈൻഡ് ഏരിയ. അപ്പോൾ ഈ ഒരു ഏരിയയുടെ ഉള്ളിൽ ഈ റെസ്ട്രിക്ഷൻ, ഈ ബൗണ്ടറീസിന്റെ ഉള്ളിൽ എവിടെ വേണമെങ്കിലും നമുക്ക്, ഇവിടെ വേണമെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാം, ഇവിടെ വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഇതിനെ കൊണ്ടുപോയിട്ട് ഓപ്പറേറ്റ് ചെയ്യാം. ആൻഡ് ദ ബൗണ്ടറീസ് ഓഫ് വിച്ച് ആർ ഡിറ്റർമൈൻഡ് ബൈ ദ മാക്സിമം വാരിയബിൾ അഡ്മിറ്റൻസ്. സോ മാക്സിമം വാരിയബിൾ അഡ്മിറ്റൻസ് തീരുമാനിക്കും ഈ വര.
അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ, അതായത് ആദ്യം നമ്മൾ വോൾട്ടേജും കറണ്ടും സെറ്റ് ചെയ്തു, അതിൻ്റെ ഉള്ളിൽ എവിടെ വരെ വരും എന്നുള്ളത് BL max വന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ നമ്മൾ ഈ STCRനെ ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബൗണ്ടറീസ് ഓഫ് വിച്ച് ആർ ഡിറ്റർമിൻ വിത്ത് അഡ്മിറ്റൻസ് മാത്രമല്ല നമ്മുടെ ഈ VL maxും IL maxും, നമുക്ക് അത് ഫിഗർ എന്ന് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു കൺട്രോളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, TCR തൈരിസ്റ്റർ കൺട്രോൾ റിയാക്ടർ എന്ന് പറയുന്നത്. നേരെ തിരിച്ച് ഈ കൺട്രോൾ ഇല്ല എന്ന് വിചാരിക്കുക, അതായത് മാക്സിമവും ഒന്നില്ലെങ്കിൽ 0 എന്നുള്ള രീതിയിലാവുകയാണെങ്കിൽ നമുക്കിത് ഇങ്ങനെയായിട്ട് മാറും. ഈ കൺട്രോൾ ഏരിയ അവിടെ നിന്ന് ഒഴിവായി, അപ്പോൾ ഈ ഒരു ഒറ്റ ഇതിലേക്കായി മാറി. അപ്പോൾ ഇതാണ് നമ്മളുടെ എന്ത് വരുന്നത്, TSR വരുന്നത്, തൈറിസ്റ്റർ സ്വിച്ചർ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് വരുന്നത്. അപ്പോൾ സെയിം കാര്യങ്ങൾ തന്നെയാണ് എല്ലാം പറയാനുള്ളത്, പക്ഷേ അതിൽ ഈ കൺട്രോളിന് പകരം ഒരൊറ്റ ഇത് മാത്രം, റീജിയൻ മാത്രം വരുന്നതാണ് നമ്മുടെ എന്ത് വരുന്നത്, TSR വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. ഇനി കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, നമുക്ക് ഇത്രയാണ് ഇതിൻ്റെ ആവശ്യം വരുന്നത്.